മക്കളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കണം എൻ്റെ കൂടെ. നിങ്ങൾ ചുമ്മാ ഇത് കേട്ടോണ്ടിരിക്കരുത്, പുസ്തകം എടുത്ത് വെക്കുക, പുസ്തകം എടുത്തിട്ട് അത് വായിക്കാം. ഓക്കെ. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു എ 3 ഡിജിറ്റ് നമ്പർ. ഒരു പേഴ്സൺ, അതായത് ഒരാളോട് 3 അക്ക നമ്പറുകൾ പറയാൻ പറഞ്ഞു. ഏതൊക്കെയാണ് 3 അക്ക നമ്പറുകൾ? നമ്മൾ നേരത്തെ 2 അക്ക നമ്പറുകൾ കണ്ട് 90 എണ്ണമായില്ല. 3 അക്ക നമ്പറുകൾ നോക്കി ഏതൊക്കെയാണ്? 100 തൊട്ട് 100, 101, പിന്നെ ആരാ 102, അങ്ങനെ എവിടെ വരെ പോകുന്നുണ്ട്? 999. ഇനി നോക്കൊന്നും വേണ്ട, ഓർത്ത് വെച്ചും. ടോട്ടല് 900 ആണ്. 900 നമ്പേഴ്സ് ഉണ്ട്. ചിലവർക്ക് കൺഫ്യൂഷൻ പറ്റി, ഇത് 900 ആണോ 9000 ആണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഇല്ല. അന്ന് എനിക്കുണ്ടായിരുന്നു, അതാ ഞാൻ പറയാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ സെയിം? ആദ്യത്തെ ചോദ്യം, ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് സെയിം ആയിരിക്കണം. ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് സെയിം. ആ 3 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ 3 സെയിം ആയിരിക്കണം. എല്ലാ 3 അക്കങ്ങളും സെയിം ആയിരിക്കണം. ഏതൊക്കെയാണ് 3 അക്കങ്ങൾ സെയിം ആയിട്ട് വരുന്നത്? ഇത് 999 സെയിം അല്ലേ? 999 സെയിം. അതേപോലെ നോക്കി, എല്ലാ 3 അക്കങ്ങളും സെയിം ആയിട്ടുള്ളത് 888, പിന്നെ 777. അതേപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ലേ? 111, 222, 333, 444, 555, പിന്നെ 666. ഇതെല്ലാം എന്താ? സെയിം ആയിട്ടുള്ള നമ്പേഴ്സ്. എല്ലാ 3 അക്കങ്ങളും സെയിം ആണ്. 3 സബ് നമ്പർ സെയിം ആയിട്ട് പറയണം. വേറെ ഉണ്ടോ? ഇല്ല. വേറെ ഇല്ലല്ലോ? ഇല്ല. 3 അക്കങ്ങൾ ഇതാണ് സെയിം ആയിട്ടുള്ളത്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. സോ എത്രയാണോ സെയിം ആയിട്ടുള്ളത്? സെയിം ആയിട്ടുള്ളത് 9. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 9. ഓക്കെ, ആണ് പ്രോബബിലിറ്റി. ഇത് വേണമെങ്കിൽ ചെറുതാക്കാം. ഞാൻ ചെറുതാക്കാൻ പറയാത്ത എൻ്റെ പൊന്നു മക്കൾ ചെയ്തിട്ട് വേറെ വല്ലതും ചെയ്ത് വെക്കും. അതുകൊണ്ടാട്ടോ. അങ്ങനെ ചെയ്യണം, ചെയ്യാം. 9നെ 9 വെച്ച് ഹരിച്ചാൽ എത്രയാണ്? 1. 900നെ 9 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 100 അല്ലേ? അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നിർബന്ധമില്ല. അങ്ങോട്ട് വരും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡിജിറ്റ്സ് ഇൻ 1 പ്ലേസ് ഓഫ് ദിസ് നമ്പർ ഈസ് 0? അല്ലേ? ഡിജിറ്റ്സ് ഇൻ 1 പ്ലേസ് അത് 0 ആവണം. വേറെ പണിയൊന്നുമില്ല. പൊന്നു മക്കളെ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ എത്ര നേരം സമയം എടുക്കുമെന്ന്. അതായത് 1's പ്ലേസിലെ ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ 1's പ്ലേസിലെ ഡിജിറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ? ഏതാ? 3 അക്കങ്ങളാണ് ഉള്ളത്. 1's, 10's, 100's. അതിൽ 1's ഡിജിറ്റ് എന്താവണം? 1's പ്ലേസ് ഓഫ് ദി നമ്പർ ഈസ് 0. 1's പ്ലേസ് 0 ആവുമെന്ന് പറഞ്ഞാൽ എന്താ? 100. ഇതാണ് 1's പ്ലേസ്. അത് 0 അല്ലേ? ഇങ്ങനെ എഴുതി നോക്കണം. എത്രയാണ് എഴുതി നോക്കണം? നടക്കുന്ന കാര്യമാണോ? ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തരും, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാനില്ല. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. 100, 110, പിന്നെ ആരാ 120, 130, പിന്നെ ആരാ 140, 150, പിന്നെ ആരാ 160, 170, 180, 190. ഇവിടെ തന്നെ എത്രയായി? 1 2 3 4 5 6 7 8 9 10 എണ്ണമായി. ഇനി ഇതേപോലെ നിങ്ങൾ നോക്കി 200 ഉണ്ട്, 210 ഉണ്ട്. അതവിടെ വരെ പോകും 290 വരെ. ഇപ്പം 20 എണ്ണായില്ലേ? അല്ല, ഇതിങ്ങനെ പോയി 200 എണ്ണമായി. അല്ല, 100 തൊട്ട് 190 വരെ 10 അല്ലേ? 10 എണ്ണം. ഇവിടെയും 10 എണ്ണം. ഇനി അതുപോലെ നോക്കിയാൽ 300-ൽ ഇതേപോലെ ഇല്ലേ? 400-ൽ ഇതേപോലെ ഇല്ലേ? 500-ൽ ഇതേപോലെ ഇല്ലേ? 600-ൽ ഇതേപോലെ ഇല്ലേ? 700-ൽ ഇതേപോലെ ഇല്ലേ? 800-ലും 900-ലെല്ലാം ഇതേപോലെ. അല്ല, ലാസ്റ്റ് 990 വരെ വരും അല്ലേ? വരത്തില്ലേ? അങ്ങനെ നോക്കി എത്ര എണ്ണം വരുവാ? ഇവിടെ 10, 20 അല്ലേ? ഇതിങ്ങനെ വരുമല്ലോ, മനസ്സിലായാലും 390 വരെ. എന്നാ ചോദ്യം? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. കേട്ടോ, ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് കേട്ടോ. 10, 20, 30, 40, 50, 60, 70, 80, 900. എത്ര എണ്ണം ഉണ്ട് അല്ലേ? 90 എണ്ണം ഉണ്ട്. 900 അല്ല, 90 എണ്ണം ഉണ്ട്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 9. മനസ്സിലായാലും? ഇതാണ് ആൻസർ. വേണേൽ ചെറുതാക്കാം. ചെറുതാക്കുമ്പോൾ 0 പോകും. 9/90 വരും. 9/90 9 വെച്ച് കട്ട് ചെയ്താൽ 1/10. കുഴപ്പമില്ലല്ലോ, 1/10. മനസ്സിലായല്ലോ? പക്ഷേ ചോദിക്കത്തില്ല. മനസ്സിലാക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നത് എത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇങ്ങനെ ഓരോന്നും എഴുതി നോക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം. ഫൈനൽ ആൻസർ മാത്രം എഴുതി തരുത്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. മനസ്സിലായല്ലോ? ഫൈനൽ ആൻസർ കോപ്പി അടിച്ച് എഴുതുകയാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ എഴുതരുത് ഒരിക്കലും. കാരണം തെറ്റിപ്പോയാലും ആ സ്റ്റെപ്പിന് മാർക്ക് കിട്ടും. അതുകൊണ്ട് ഓരോന്നും എഴുതുന്നതാണ് നല്ലത്. ഇനി അടുത്ത് നോക്കിയാൽ അതിൻ്റെ സി ക്വസ്റ്റ്യൻ. അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കിയാൽ സി ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ല. 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലേ? നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ഓഫ് 3 ആരൊക്കെയാണ്? 99, 90, 93, 96, 99, 102 അല്ലേ? 102 ആണ് ആയത്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളിത് സീക്വൻസ് സീരീസിൽ പഠിച്ച അരിത്മെറ്റിക് സീക്വൻസിൽ പഠിച്ച 102 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അല്ലേ? 102നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ. റിമൈൻഡർ 0 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3 അക്ക നമ്പറുകളിൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 93ന്റെ മൾട്ടിപ്പിൾ 93, 96, 99. പക്ഷെ ഇതൊന്നും എഴുതാൻ പറ്റത്തില്ല. 102 അതിൻ്റെ അടുത്ത നമ്പരാ 3 കൂട്ടിയാൽ മതി. 105, പിന്നെ ആരാ 108, പിന്നെ ആരാ 111,
അങ്ങനെ ലാസ്റ്റ് മൂന്നൊക്കെ നമ്പർ ഏതാണ്? 990. ഇതും എത്ര തന്നെയാ? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം ചെക്ക് ചെയ്ത് നോക്കും. 990 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാ? ഇതെല്ലാം എത്രയായി പോയിക്കോളും? 0 ആയി പോകത്തില്ലേ? കണ്ടോ? മൂന്നൊക്കെ നമ്പറാണ്. എന്തുകൊണ്ട് ഞാൻ 101 എഴുതാല്ലേ? 101നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. 3 9 11 അല്ലേ? റിമൈൻഡർ 2 പറ്റുമോ? റിമൈൻഡർ 2 പറ്റത്തില്ല. അതുകൊണ്ട് 101 പറ്റത്തില്ല. റിമൈൻഡർ 0 വരണം. റിമൈൻഡർ 0 ആവുന്ന മൂന്നൊക്കെ നമ്പർ ആരാ? 110. അപ്പോൾ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് അറിയണം. അതിന് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. n = എന്നതാ? xn - x1/d + 1. ഇതല്ലേ നമ്മുടെ ഫോർമുല. xn ലാസ്റ്റ് നമ്പർ 999 മൈനസ് x1 ആദ്യത്തെ നമ്പർ 102 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 105 ന്ന് 2 പോയാൽ 3 + 1 അല്ലേ? അപ്പോൾ എത്ര? 999 2 പോയാൽ അല്ല 102 പോയാൽ 7 9 8/3 + 1 അല്ലേ? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 പിന്നെ എത്രയാ? 29നകത്ത് 9 വട്ടം 27നകത്ത് 9 299 + 1 എത്ര കിട്ടി? 300. എത്ര കിട്ടണം പിള്ളേരെ? 300 അല്ലേ? ഇത് ചെയ്തിട്ടേ ഉള്ള 1 ആഡ് ചെയ്യുള്ളൂ കേട്ടോ. സോ നമ്മുടെ പ്രോബബിലിറ്റി എത്ര വരും? പ്രോബബിലിറ്റി എത്ര വരും മക്കളെ? പറഞ്ഞേ. കാരണം 300 എണ്ണമാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള എത്രയാണ്? 300 ആണ് അല്ലേ? എണ്ണം ഒരിക്കലും 999 എടുക്കരുത്. അത് ടോട്ടലാണ് അല്ലേ? നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഫോർമുല ഇതാണ്. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫേവറബിൾ ആയിട്ടുള്ള 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്രയാണോ? 900. മനസ്സിലായാലോ? എങ്ങനെ 900 വന്നേ? 3 ഡിജിറ്റ് നമ്പേഴ്സ് ടോട്ടൽ എത്ര? ഈ 0 കട്ടായി 3/9 വരും. 3/9 വീണ്ടും ചെറുതാക്കാം. 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1, 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3. സോ ആൻസർ ഈസ് 1. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.